പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ പുലർത്തിയ കാര്യങ്ങൾ ആണ് നമ്മൾ സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പിൻപറ്റുന്നത്. റമളാൻ മാസത്തിൽ ഒരു സുന്നത്തിന് ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരും എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഒരു സുന്നത്തിന് ഫർളിൻ്റെ കൂലി കിട്ടും എന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. നിസ്കാരത്തിൽ തന്നെ ഫർളിനെ പോലെ തന്നെ പുലർത്തേണ്ട കാര്യങ്ങളാണ് നമുക്ക് സുന്നത്ത് പോലും. നിസ്കാരത്തിലെ ഒരു 4 സുന്നത്തുകൾ നമുക്ക് ഇവിടെ വിശദീകരിക്കാം. 1. നിസ്കാരത്തിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നിയ്യത്തിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാമിന് വേണ്ടി നമ്മൾ കൈ ഉയർത്തുന്നത് ഒരു പ്രത്യേക സുന്നത്താണ്. ഇന്ന് കൂടുതൽ ആളുകൾ ചെയ്യുന്നത് പകുതിയോളം ഉയർത്തി കൈകെട്ടലാണ്. എന്നാൽ മുഴുവൻ ഉയർത്തലാണ് യഥാർത്ഥത്തിൽ സുന്നത്ത്. 2. റുക്കൂഇലോട്ട് പോകുമ്പോൾ കൈ ഉയർത്തിപ്പോകൽ പ്രത്യേകം സുന്നത്താണ്. 3. റുക്കൂഇൽ നിന്ന് ഉയർന്ന് ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോൾ കൈ ഉയർത്തൽ പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. എന്നാൽ ഈ 3 കാര്യം സുന്നത്താണെങ്കിലും സുന്നത്താണ് എന്ന് അറിയാതെ നിസ്കാരത്തിൽ ഒരുപാട് ആളുകൾ ഇത് പുലർത്തുന്നത്. 4. രണ്ടാമത്തെ അത്തഹിയ്യാത്തിന് ശേഷം മൂന്നാമത്തെ റക്അത്തിലോട്ട് വരുമ്പോൾ കൈ ഉയർത്തൽ പ്രത്യേകം സുന്നത്താണ്. ഇത്തരത്തിലുള്ള സുന്നത്തുകൾ അറിയാനും അത് ജീവിതത്തിൽ പ്രാബല്യമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ.